സാധനം കണ്ട ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന എന്താണെന്നല്ലേ, സോളാറുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വീഡിയോ ചെയ്തിരുന്നു. അത് വാഷിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ വാഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഡിറ്റർജൻറ്റോ അതേപോലെ തന്നെ നമ്മുടെ ഷാമ്പു ഒന്നും ഉപയോഗിച്ചൊരിക്കലും വാഷ് ചെയ്യരുത്. അതിൻ്റെ ടോപ്പ് ലെയറിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവുകയും നിങ്ങളുടെ സോളാറിലെ പാനൽ ഡാമേജ് ആകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് ഹാംഫുൾ അല്ല, നമ്മൾ ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. സോഡിയം സൾഫേറ്റ് തുടങ്ങിയ അതുപോലെയുള്ള ഫില്ലറുകളൊന്നും തന്നെ ഈ ഒരു പ്രൊഡക്റ്റിലില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. കാരണം സോൾട്ട് അതേപോലെ തന്നെ അങ്ങനെ സോഡിയം സൾഫേറ്റ് പോലെയുള്ള ഫില്ലറുകളുണ്ടെങ്കിൽ ആണ് നമുക്ക് ഹാംഫുൾ ആയിട്ട് വരുന്നത്. സാധാരണ വണ്ടികളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർഫേസ് കഴുകുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഷാമ്പു ഉപയോഗിക്കുന്നു വിചാരിക്കുക. ഷാമ്പു ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ ആഫ്റ്റർ വാഷ് ചെയ്യുമ്പോൾ ഒരു പാട പോലെ വരും, ഒരു ലെയർ ഓഫ് കോട്ടിങ് വരും. ആ ഒരു ആഫ്റ്റർ വാഷ് ഡെപ്പോസിറ്റുകൾ ഒന്നും തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉറപ്പാണത്. അതേപോലെ തന്നെ സ്റ്റെയിൻ റിമൂവൽ, ആൻറ്റി ഡെപ്പോസിഷൻ പോളിമർ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. ഓരോ വാഷിന് ശേഷവും അതിൻ്റെ സ്കെയില് പരിപൂർണമായിട്ടും വൃത്തിയാവുകയും റീഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പ് ലെയറിൽ വരുന്ന ഗ്ലേസിംഗ് ഉണ്ട്. ആ ഒരു പാനലിൻ്റെ ടോപ്പ് ലെയറിൽ വരുന്ന ഗ്ലാസ്സിന് നല്ല തിളക്കം ഉണ്ടാവുകയും നല്ല രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് പാനലിൽ നിന്ന് കിട്ടുകയും ചെയ്യും. കാരണം ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടിട്ടുള്ള ഔട്ട്പുട്ടല്ല, നിങ്ങളുടെ പാനലിൻ്റെ മാക്സിമം എഫിഷ്യൻസി നമ്മൾ ആ സർഫേസ് ക്ലീൻ ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുകയോ നേരിട്ട് പറയുകയോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടും തൃപ്തിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാം. നിങ്ങൾക്ക് ആ കമൻറ്റ് വന്ന് പറയാൻ നിങ്ങൾക്ക് തൃപ്തിയായില്ല. പക്ഷേ ഇത് ഉപയോഗിക്കാതെ നിങ്ങൾ അഭിപ്രായം പറയരുത്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. നിങ്ങൾ അത് മോശം അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാം. പക്ഷേ ഒരിക്കലും അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നു, ഇത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്കൊരു മോശം അഭിപ്രായമോ ഒരു മോശം അനുഭവമോ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എത്തിയിരിക്കും. അപ്പോൾ ഒരു കപ്പിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് ലോഷൻ, വളരെ കുറച്ച് ലോഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാനലിൻ്റെ അവസ്ഥ ഉണ്ടായി ഇത്ര വൃത്തികേടായിട്ടിരിക്കുന്നതൊക്കെ. ഇത്രയും അഴുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിന് മാറ്റം നിങ്ങൾ കണ്ടറിഞ്ഞു. പാനലിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, പൊടിയും അഴുക്കും ചെളിയും എല്ലാം ഉണ്ട്. ഈ മഴയത്ത് നമ്മൾ മഴവെള്ളം വീഴുന്നതിൻ്റെ പൊടി ഡെപ്പോസിറ്റ് ആവുന്നതൊക്കെ. ആഫ്റ്റർ ക്ലീനിങ് ഞാനൊരു കുറച്ച് ഏരിയ മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരട്ടെ? കണ്ടോ? ഈ മുകളിൽ കാണുന്നത് കഴുകാത്തതും ഇത് കഴുകിയത് ഭാഗമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അതാണ് അതിൻ്റെ മാജിക്.